കോഴിക്കോട് തിരുവമ്പാടി ലീഗിൽ പൊട്ടിത്തെറി. തിരുവമ്പാടി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ടു. മുസ്ലിം ലീഗ് കൂട്ടായ്മ എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFുമായി ചേർന്ന് പ്രവർത്തിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിനു പിന്നാലെ തിരുവമ്പാടിയിൽ ലീഗിനുള്ളിൽ പ്രശ്നങ്ങൾ തുടരുകയാണ്. തിരുവമ്പാടി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാർട്ടി വിട്ടത്. തിരുവമ്പാടി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാർട്ടി വിട്ടത്. ലീഗ് വിമതർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFുമായി സഹകരിച്ച് മത്സരിക്കും. മുസ്ലിം ലീഗ് കൂട്ടായ്മ എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചാണ് പ്രവർത്തിക്കുക. തിരുവമ്പാടി ടൗൺ, അമ്പലപ്പാറ വാർഡുകളിലും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ തിരുവമ്പാടി ഡിവിഷനിലുമായാണ് മത്സരിക്കുക. LDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സര രംഗത്തെത്തുന്നത്. വിമത നേതാവായ KA അബ്ദുറഹ്മാനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനാണ്. എന്നാൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അതിന് ഒരുക്കമല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൂട്ടായ്മക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തിരുവമ്പാടി പഞ്ചായത്തിന്റെ ഭരണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ ഞങ്ങൾ മുഖ്യധാരയിൽ മുന്നണി പോരാളികളായിട്ട് ഉണ്ടാകും. മുസ്ലിം ലീഗിൽ അർഹമായ പരിഗണന തങ്ങൾക്ക് ലഭിച്ചില്ലെന്നും നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം എന്നതുമാണ് വിമതപക്ഷം പറയുന്നത്. പുല്ലൂരംപാറ ലീഗ് ഹൌസിൽ വെച്ചായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കൈരളി ന്യൂസ്, കോഴിക്കോട്.